നമസ്കാരം. ഞാൻ ഡോക്ടർ മായ ഗോപിനാഥ്. പ്രമുഖ സാഹിത്യകാരൻ ശ്രീ കാരൂർ സോമൻ്റെ കാട്ടുചിലന്തികൾ എന്ന കഥാസമാഹാരത്തെപ്പറ്റി ശ്രീമതി ലാലി രംഗനാഥ് ദീപികയിൽ എഴുതിയ പുസ്തകാസ്വാദനമാണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത്. ജീവിത കാഴ്ചകളുടെ ഒഴുകിപ്പരക്കലുകൾ. ശ്രീ കാരൂർ സോമൻ്റെ കാട്ടുചിലന്തികൾ എന്ന പുസ്തകത്തിന് ഒരു ആസ്വാദനം എഴുതാൻ തുടങ്ങിയപ്പോൾ അതിലെ കഥകൾ വായിച്ചനുഭവിച്ച എൻ്റെ ഓർമ്മകളിലേക്ക് ഓടിയെത്തിയത് തോമസ് മൻ്റെ ഈ വാചകങ്ങളാണ്. ഭീതിതമായ ചക്രവാളം കാണുമ്പോഴെല്ലാം എനിക്കൊരുതരം ആസക്തിയുണ്ടാകുന്നു. അതിനെ ഞെരിച്ചമർത്താനാണ് ഞാൻ കഥ എഴുതുന്നത്. കാരൂരിൻ്റെ രചനകളെക്കുറിച്ചുള്ള ഡോക്ടർ മുഞ്ഞിനാട് പത്മകുമാറിൻ്റെ വാക്കുകളും ഇവിടെ പ്രസക്തമാകുന്നു. കാരൂരിൻ്റെ നോവലുകൾ, കഥകൾ ഇവ കരുത്തുറ്റ ജീവിതഗന്ധികളായ കഥകളാണ്. തീക്ഷ്ണമായ ജീവിത മുഹൂർത്തങ്ങളുടെ ഒഴുകിപ്പരക്കലുകളാണ് എന്ന ഈ വാചകം പുസ്തകം വായിക്കുന്ന ആർക്കും തോന്നാവുന്ന ഒന്നാണ്. നാം നോക്കി നിൽക്കെ കടൽത്തിരകൾ വിസ്മയമാകുന്നത് പോലെ ഈ രചനകളിലെ ഉന്നത ശീർഷമായ അനുഭവതലങ്ങൾ അനുവാചകനിൽ അത്ഭുതമുളവാക്കും. നമുക്ക് മുന്നിലുള്ള ഭീതിതമായ കാഴ്ചകൾക്കെതിരെയുള്ള ആത്മരോഷത്തിൻ്റെ തിളച്ചുമറിയലാണ് പല കഥകളും. പാവങ്ങൾ അടിമകളായി കബളിപ്പിക്കപ്പെടുന്ന ഈ കാലത്ത് നന്മയുടെ നറുനിലാവായി താങ്ങും തണലുമായി യാഥാർത്ഥ്യങ്ങളോട് ഏറ്റുമുട്ടാൻ വിപ്ലവ വീര്യമുള്ള കഥാകാരൻ്റെ മനസ്സിൻ്റെ ചിന്തകളുടെ ബഹിർസ്ഫുരണമാണ് ഇതിലെ കഥകൾ. മണ്ണിൻ്റെ മക്കൾ എന്ന കഥയിലെ ആനന്ദ് അധികാരിവർഗത്തിൻ്റെ കാടത്തത്തിൽ സ്വന്തം മണ്ണ് നഷ്ടപ്പെട്ടപ്പോൾ ആത്മഹത്യയിൽ അഭയം തേടിയ മാതാപിതാക്കളുടെ ദാരുണാന്ത്യം കൺമുന്നിൽ കണ്ട് കരഞ്ഞു തളർന്ന ആ കുരുന്നിനെ ആർക്കാണ് മറക്കാൻ കഴിയുക? അടിമത്ത വ്യവസ്ഥിതിക്കെതിരെ ആഞ്ഞടിക്കാൻ മനസ്സ് പാകപ്പെടുത്തുമ്പോൾ അനുവാചകനിലും ഒരു ജ്വാലയായി അവൻ പ്രകാശിക്കുന്നു. സാരി വാങ്ങിക്കൊടുക്കാത്തതിന് കാന്താരി മുളകരച്ച് കറിയിൽ ചേർത്ത് എരിവ് കൂട്ടിയ കനകത്തിലൂടെ പകയുള്ള ഭാര്യയെ വരച്ചു കാട്ടുന്നു. ദേവാലയ കാഴ്ചകൾ എന്ന കഥയിൽ പരിഹാസത്തിൻ്റെ കൂരമ്പുകൾ ഏകുകയാണ് കഥാകാരൻ. തൊഴിലൊന്നുമില്ലാതെ തെണ്ടി നടക്കുന്ന ഭൂതപ്രേതാദികൾ പട്ടക്കാരായി ദേവാലയങ്ങളിൽ നുഴഞ്ഞു കയറിയോ? പ്രബുദ്ധ കേരളം എന്ന കഥയിൽ പുരോഹിതന്മാരെയും ആരാധനാലയങ്ങളിലെ കച്ചവട വ്യവസ്ഥിതികളെയും ശക്തമായി വിമർശിക്കുന്നുണ്ട്. നാടിൻ്റെ ശാപം എന്ന കഥയിലെ മരിച്ചുപോയ പട്ടാളക്കാരൻ ദാസും ഭാര്യ രേണുവും 2 കുട്ടികളും മനസ്സിൽ നൊമ്പരമായി പടരുന്നു. കരുണിൻ്റെ കൊറോണ ദേവൻ എന്ന കഥ എന്നെ ഏറെ സ്പർശിച്ച ഒന്നാണ്. ദേവാലയങ്ങൾ തുറക്കുന്നതല്ലേ നല്ലത് എന്ന കരോളിൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയായി കരുൺ പറയുന്നത് ഇങ്ങനെയാണ്: ഇത്രയും നാൾ തുറന്നു വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഫലമില്ലെന്ന് കണ്ടതുകൊണ്ടാണ് കൊറോണ ദൈവം ദേവാലയങ്ങൾ അടപ്പിച്ചത്. ഏറെ ചിന്തിപ്പിച്ച ഒരു വാചകം. ദേവാലയങ്ങളിലെ വിഗ്രഹാരാധനയുടെ ആണോ നമുക്ക് നന്മകൾ ലഭിക്കുന്നത്, അതോ സത്പ്രവർത്തികളിലൂടെയോ? മണ്ടൻ മലയാളി മനോജ് എന്ന കഥയിൽ പ്രസക്തമായ ഒരു ചോദ്യം കഥാപാത്രമായ ബ്രിട്ടീഷ് പോലീസുകാരൻ മനോജിനോട് ചോദിക്കുന്നുണ്ട്. താങ്കൾ എന്തൊരു മണ്ടനാണ്, സാമ്പത്തിക ശാസ്ത്രം മാത്രം പഠിച്ചാൽ മതിയോ, പെറ്റമ്മയെ നോക്കാൻ കൂടി പഠിക്കേണ്ടതല്ലേ? മാതാപിതാക്കളെ പുറന്തള്ളുന്ന കാലിക പ്രാധാന്യമുള്ള പ്രവണതയ്ക്ക് നേരെയുള്ള ചാട്ടുളിയാകുന്നു ഈ ചോദ്യം. സർഗാത്മക വാസനകളുടെ തീക്ഷ്ണതകൾ, ലാവണ്യശോഭ ഓരോ കഥകളിലും പ്രതിഫലിച്ചു കാണുന്നുണ്ട്. അക്ഷരങ്ങൾ ദുർവ്യയം ചെയ്യുകയും മികച്ച കൃതികൾ വേണ്ടത്ര വായിക്കപ്പെടാതാവുകയും ചെയ്യുമ്പോഴാണ് മാനവികതാബോധം ഉയർത്തിപ്പിടിക്കുന്ന കഥകൾ കാരൂർ നമുക്ക് നൽകുന്നത്. കാട്ടുചിലന്തികൾ പോലെ പ്രഭാത് ബുക്ക് പ്രസിദ്ധീകരിച്ച കാലത്തിൻ്റെ കണ്ണാടി കഥകൾ അതിന് ഏറ്റവും വലിയ തെളിവാണ്. മലയാള സാഹിത്യരംഗത്ത് യാഥാർത്ഥ്യബോധത്തോടെ കാരൂരിനെ പോലെ പ്രതിജ്ഞാബദ്ധരായ സ്ഫുടസുതാര്യതയുള്ള സാഹിത്യ പ്രതിഭകൾ ഉണ്ടാകട്ടെ. ഇതൾ ബുക്സ് പ്രസിദ്ധീകരിച്ച 21 കഥകളിലൂടെ ഇതിൽ വിരിയുന്നത് ജീവിത കാഴ്ചകളുടെ തീക്ഷ്ണമായ അനുഭവങ്ങളാണ്. വില 150 രൂപ. കാരൂർ സോമനെ പറ്റി പറയുമ്പോൾ 10ലധികം രംഗങ്ങളിൽ 70 മലയാളം ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് മലയാള ഭാഷയ്ക്ക് കാരൂരിൽ നിന്നും ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ലോക റെക്കോർഡ് ജേതാവായ കാരൂർ സോമൻ, URF ലോക റെക്കോർഡ് ജേതാവായ കാരൂർ സോമൻ മാവേലിക്കര ചാരുമൂട് സ്വദേശിയാണ്. ഒരു ദിവസം ലോകത്ത് ആദ്യമായി ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തതിനുള്ള അംഗീകാരമായിട്ടാണ് ലോക റെക്കോർഡിൽ ഇടം പിടിച്ചത്. ആമസോൺ ഇൻ്റർനാഷണൽ എഴുത്തുകാരൻ എന്ന ബഹുമതിയടക്കം 20ഓളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ലിമ വേൾഡ് ലൈബ്രറി സാഹിത്യ ഓൺലൈൻ, കാരൂർ പബ്ലിക്കേഷൻസ്, ആമസോൺ വഴി വിതരണം ചെയ്യുന്ന KPE പേപ്പർ പബ്ലിക്കേഷൻസ് എന്നിവയുടെ ചീഫ് എഡിറ്ററാണ്.